പ്രിയമുള്ള മക്കളെ, 3ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ 2024-25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മക്കൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലിസൺ ആൻഡ് ആൻസർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? അത് കേട്ട് അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ സ്റ്റോറി എന്ന് പറയുന്നത്? ലൈല വാസ് എ ലിറ്റിൽ ഗേൾ. ലൈല എന്ന് പറയുന്നത് ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. വൺ ഡേ ഷീ വാസ് വാക്കിംഗ് ടു സ്കൂൾ. ഒരു ദിവസം അവൾ എന്താണ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഷീ സോ എ സ്മോൾ പ്ലാന്റ് ഓൺ ദ റോഡ് സൈഡ്. അവളോട് ചെറിയൊരു പ്ലാന്റ് കണ്ടു റോഡ് സൈഡിൽ അല്ലേ? ഇറ്റ് ലുക്ക് സാഡ്. അത് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഇറ്റ് ലീവ്സ് വേർ ഡ്രൈ. അതിൻ്റെ ലീവ്സ് ഒക്കെ പൊഴിഞ്ഞു, ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് തേഴ്സ്റ്റി. അതിന് വിശക്കുന്നുണ്ട്. ലൈല ചിന്തിക്കുന്ന അങ്ങനെയാണ് അല്ലേ? ഇലയൊക്കെ പൊഴിഞ്ഞപ്പോൾ അതിന് വിശക്കുന്നുണ്ടെന്ന് അവൾ ചിന്തിക്കുകയാണ്. ഷീ ഓപ്പൺ ഹെർ വാട്ടർ ബോട്ടിൽ ആൻഡ് ഗേവ് സം വാട്ടർ ടു ദ പ്ലാന്റ്. അവൾ എന്ത് ചെയ്തു? അവളുടെ വാട്ടർ ബോട്ടിൽ തുറന്ന് ആ പ്ലാന്റിന് കുറച്ച് വെള്ളം കൊടുത്തു. സോൺ ദ ഡ്രൈ ലീവ്സ് ബിക്കം ഫ്രഷ് ആൻഡ് ഗ്രീൻ. പെട്ടെന്ന് തന്നെ ലീവ്സ് ഒക്കെ എന്തായി? നല്ല ഫ്രഷും ഗ്രീൻ ആയിട്ട് വന്നു. താങ്ക് യു ഫോർ സേവ് മൈ ലൈഫ്. നീ എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നിനക്ക് നന്ദി. ടച്ച് മീ. ഐ ഷാൽ ടേക്ക് യു ടു എ വണ്ടർഫുൾ പ്ലേസ്. ദ പ്ലാന്റ് സെഡ്. ലൈല ടച്ച് ദ പ്ലാന്റ്. എന്താണ്? ആ ട്രീ പറയണം, ഐ ഷാൽ ടേക്ക് യു എ വണ്ടർഫുൾ പ്ലേസ്. നീ എന്നെ തൊടുവോ? ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ഒരു വണ്ടർഫുൾ പ്ലേസിൽ കൊണ്ടുപോവാം. ദ പ്ലാന്റ് സെഡ് ലൈല ടച്ച് ദ പ്ലാന്റ്. പ്ലാന്റ് പറഞ്ഞു, ലൈല ആ പ്ലാന്റിൽ ടച്ച് ചെയ്തു. വാവ്, ദ പ്ലാന്റ് ആൻഡ് ലൈല ബിഗൻ ടു ഫ്ലൈ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ലൈലയും പ്ലാന്റും പറന്നു അല്ലേ? ദേ റീച്ച്ഡ് എ ഫോറസ്റ്റ്. ഇറ്റ് വാസ് എ മാജിക്കൽ ഫോറസ്റ്റ്. അവരെന്തിവിടെ എത്തി? ഒരു ഫോറസ്റ്റിലെത്തി. അതെന്തായിരുന്നു? ഒരു മാജിക്കൽ ഫോറസ്റ്റ് ആയിരുന്നു. ഓൾ ദ ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് ദ ഫോറസ്റ്റ് ലുക്ക്ഡ് വെരി ഹാപ്പി. അവിടെയുള്ള ആനിമൽസും ബേർഡ്സും പ്ലാന്റ്സും ഒക്കെ എന്താണ്? വളരെ ഹാപ്പി ആയിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് വെയർ ഓൾ ബ്ലൂ. ദേ ഹാഡ് ഗോൾഡൻ ഫ്ലവേഴ്സ്. അവിടെയുള്ള ട്രീസിന്റെ ലീവ്സ് ഒക്കെ, ദ ലീവ്സ് ഓഫ് ദി ട്രീസ് എങ്ങനെയായിരുന്നു? ബ്ലൂ കളറായിരുന്നു. അവർക്ക് ഗോൾഡൻ ഫ്ലവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ദ വാട്ടർ ഇൻ ദ പോണ്ട് വാസ് സിൽവർ ഇൻ കളർ. പോണ്ടിലെ വാട്ടർ സിൽവർ കളറായിരുന്നു. ഇറ്റ് വാസ് ഗ്ലിറ്ററിങ് ഇൻ സൺലൈറ്റ്. അതെന്ത് ചെയ്തു? സൺലൈറ്റിൽ അല്ലേ എന്ത് ചെയ്തു? നന്നായി അപ്പോൾ അത് നന്നായി തിളങ്ങി ഇല്ലേ? സൺലൈറ്റിൽ നന്നായി തിളങ്ങി. ഇറ്റ് ഈസ് എ റിയലി വണ്ടർഫുൾ സെഡ് ലൈല. എന്താണ്? വളരെ വണ്ടർഫുൾ ആണെന്ന് ലൈല പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ലൈല സീ ഓൺ ദ റോഡ് സൈഡ് വൈൽ വാക്കിംഗ് ടു സ്കൂൾ? എന്താ പറഞ്ഞിരിക്കുന്നത് അതിൽ മക്കളെ? എന്താ പറഞ്ഞ്? ലൈല റോഡ് സൈഡിൽ അല്ലേ, സ്കൂളിൽ പോണ വഴിക്ക് റോഡ് സൈഡിൽ എന്താണ് കണ്ടത്? എന്താണ്? എ സാഡ് ആനിമൽ, എ സാഡ് പ്ലാന്റ്, എ ഹാപ്പി ഫ്ലവർ, എ ബിഗ് ട്രീ. ഏതാണ്? എ സാഡ് പ്ലാന്റ് അല്ലേ? വിഷമിച്ചിരിക്കുന്ന ഒരു പ്ലാന്റിനെയാണ് കണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ലൈല ഗീവ് വാട്ടർ ടു ദ പ്ലാന്റ്? ലൈല പ്ലാന്റിന് വാട്ടർ നൽകിയത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. അതിനെന്താണ്? ഭയങ്കര ദാഹിച്ചിരിക്കാന്ന് തോന്നിയിട്ട് അവൾക്ക് അല്ലേ? ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലൈല ഗേവ് വാട്ടർ ടു ദ പ്ലാന്റ്. വാട്ട് ഹാപ്പൻ ദെൻ? ലൈല വാട്ടർ പ്ലാന്റിന് നൽകിയപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? ഇറ്റ്സ് ലീവ്സ് ബിക്കം ഫ്രഷ് ആൻഡ് ഗ്രീൻ. അതിന്റെ ലീവ്സ് എന്താ ചെയ്ത്? ഫ്രഷും ഗ്രീനും ആയിട്ട് മാറി. വേർ ഡിഡ് ദ പ്ലാന്റ് ടേക്ക് ലൈല? പ്ലാന്റ് എങ്ങോട്ടാണ് ലൈലേനെ കൊണ്ടുപോയത്? ടു എ മാജിക്കൽ ഫോറസ്റ്റ്. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? മാജിക്കൽ ഫോറസ്റ്റിലേക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫ്ലവേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് വെയർ ഡാഷ് ഇൻ കളർ. എന്ത് കളറാണ് ഫ്ലവേഴ്സിന്? ഫ്ലവേഴ്സിന് ഗോൾഡൻ കളർ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം മക്കളെ. നോക്കൂ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. ഡൊറോത്തി ആൻഡ് ടോട്ടോ വെയർ ബാക്ക് ഹോം. ഡൊറോത്തിയും ടോട്ടോയും കൂടെ കൂടി എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലേക്ക് വന്നു. ദേ വെയർ ഹാപ്പി. അവർ വളരെ സന്തോഷമായി അല്ലേ? വെയർ സോ ഗ്ലാഡ് യു ആർ ബാക്ക്. ഹെർ അങ്കിൾ ആൻഡ് ഓണ്ട് സെഡ്. അവളുടെ അങ്കിളും ആൻറ്റിയും പറഞ്ഞു, എന്താണ് നിങ്ങൾ തിരിച്ചു വന്നതിൽ ഭയങ്കരധികം സന്തോഷം. ദേ ഹഗ്ഡ് ഹെർ. അവരവരെ കെട്ടിപ്പിടിച്ചു. ലെറ്റ്സ് ഹാവ് എ പാർട്ടി സെഡ് ഹെർ അങ്കിൾ.
അങ്കിൾ എന്താ പറഞ്ഞ ഒരു പാർട്ടി നടത്തുകയാണെന്ന് പറഞ്ഞു അല്ലേ. ഓൺ പ്രിപ്പയർഡ് എ വണ്ടർഫുൾ സപ്പർ. ആൻറ്റി എന്ത് ചെയ്തു, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സപ്പർ തയ്യാറാക്കി. ദ ഹാഡ് കേക്ക്, ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട്സ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഐസ്ക്രീം ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഡൊറോത്തി ടോൾഡ് ദം അബൌട്ട് ഹെർ അഡ്വഞ്ചർ. ഡൊറോത്തി അവളുടെ അഡ്വഞ്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ബട്ട് ദെൻ ടോട്ടോ സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. പെട്ടെന്ന് തന്നെ ടോട്ടോ എന്ത് ചെയ്യാൻ തുടങ്ങി? ബാർക്ക് ചെയ്യാൻ തുടങ്ങി, കുരയ്ക്കാൻ തുടങ്ങി. ബട്ട് സ്ട്രോങ് ടോട്ടോ, ഡൊറോത്തി ആസ്ക്. നീ എന്തേ കാണിക്കുന്നത്? ഡൊറോത്തി ചോദിച്ചു. ടോട്ടോ റാൻ ടു ദ ഡോർ ആൻഡ് ബാർക്ക്ഡ് അഗെയിൻ. ടോട്ടോ ഡോറിന്റെ അടുത്ത് പോയി വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? കുരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡൊറോത്തി ഓപ്പൺ ദ ഡോർ. ഡൊറോത്തി എന്ത് ചെയ്തു? ഡോർ ഓപ്പൺ ചെയ്തു. ദ വിസാർഡ് ഓഫ് ഓസ് വോക്ക്ഡ് ഇൻ. ഐ കെയിം ടു താങ്ക് യു ഫോർ സേവിങ് അവർ ലാൻഡ്, ഹി സെഡ്. അത് ആരായിരുന്നു? വിസാർഡ് ഓഫ് ഓസ് ആയിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞേ? ഞങ്ങളുടെ ലാൻഡ് രക്ഷിച്ചതിന് നന്ദി, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത് അവൻ പറഞ്ഞു. ഡൊറോത്തി വാസ് സർപ്രൈസ്ഡ്. ഡൊറോത്തി എന്തായി? സർപ്രൈസ് ആയി. ദ വിസാർഡ് ഓഫ് ഗിഫ്റ്റഡ് എ പെയർ ഓഫ് മാജിക് ഷൂസോ ടു ഡൊറോത്തി. ഡൊറോത്തിക്ക് എന്താ അദ്ദേഹം നൽകിയത്? ഒരു പെയർ ഓഫ് ഷൂസ്, മാജിക് ഷൂസ് നൽകി. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡൊറോത്തീസ് അങ്കിൾ ആൻഡ് ഓൺ വെയർ ഗ്ലാഡ് ബിക്കോസ്. എന്തുകൊണ്ടായിരിക്കും ഡൊറോത്തിയുടെ അങ്കിളും ആൻറ്റിയും ഹാപ്പി ആയത്? ഡൊറോത്തി വാസ് ബാക്ക് ഹോം. ഡൊറോത്തി തിരിച്ച് വീട്ടിൽ വന്നുണ്ട്. ഡൊറോത്തീസ് അങ്കിൾ സജസ്റ്റഡ്. ഡൊറോത്തിയുടെ അങ്കിൾ എന്താ പറഞ്ഞത്? എന്തെന്നാ പറഞ്ഞത്? ടു ഹാവ് എ പാർട്ടി, അല്ലേ? പാർട്ടി നടത്താന്നാ പറഞ്ഞത്. ടോട്ടോ സോ ദ വിസാർഡ് ഓഫ് ഓസ്. ഇറ്റ് സ്റ്റാർട്ടഡ്. ടോട്ടോ വിസാർഡ് ഓഫ് ഓസിനെ കണ്ടപ്പോൾ എന്താ തുടങ്ങിയത്? ബാർക്കിംഗ്, അല്ലേ? കുരയ്ക്കാൻ തുടങ്ങി. വിച്ച് വേർഡ് ഓഫ് ദ സ്റ്റോറി മീൻസ് ഹാപ്പി? ഹാപ്പി എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? ഗ്ലാഡ്, അല്ലേ? ഏതാണ്? ഗ്ലാഡ്. നെക്സ്റ്റ്, ദ വിസാർഡ് ഓഫ് ഓസ് ഗിഫ്റ്റഡ് ഡാഷ് ടു ഡൊറോത്തി. ഡൊറോത്തിക്ക് എന്താണ് വിസാർഡ് ഓഫ് ഗിഫ്റ്റ് ചെയ്തത്? എ പെയർ ഓഫ് മാജിക് ഷൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസേഴ്സ്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഡൊറോത്തി സേവ് ദ മച്കിൻസ് ഫ്രം ദ ക്രൂവൽ വിച്ച്. ദേ വെയർ റിയലി ഹാപ്പി. എന്താണ്? ആ ക്രൂവൽ വിച്ചിൽ നിന്ന്, അല്ലേ, ദുഷ്ടനായ ആ വ്യക്തിയിൽ നിന്ന് മച്കിൻസിനെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു, അല്ലേ, രക്ഷപ്പെടുത്തി. ദേ വെയർ റിയലി ഹാപ്പി. ദേ കെയിം ടു വിസിറ്റ് ഡൊറോത്തി വിത്ത് സം ഗിഫ്റ്റ്സ്. അവരെന്ത് ചെയ്തു? കുറച്ച് ഗിഫ്റ്റ്സുമായിട്ട് എന്ത് ചെയ്തു? ഡൊറോത്തിനെ വിസിറ്റ് ചെയ്തു. ഹിയർ ഈസ് ദെയർ സോങ്. കംപ്ലീറ്റ് ദി സോങ് ബൈ ആഡിങ് മോർ ലൈൻസ്. ഇവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്, അവിടെ കുറച്ചുകൂടി ലൈൻസ് നിങ്ങൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്ത് നോക്കൂ. ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഹിയർ ഈസ് ആൻ ആപ്പിൾ. ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ. ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും എന്താ പറയാം? വീണ്ടും പറയാം. എന്താണ്? ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. പിന്നെ എന്താ പറയാം? ഹിയർ ഈസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തിൽ മച്ചിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു മാജിക് ഷൂ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഹിയർ ഈസ് എ മാജിക് ഷൂ. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ. ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. പിന്നെ ഹിയർ ഈസ് എൻ ഓറഞ്ച്. ഇറ്റ് ഈസ് വെരി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കാറ് തന്നിട്ടുണ്ട്, അല്ലേ? ഹിയർ ഈസ് എ കാർ. ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ ഡിയർ ഡൊറോത്തി. അങ്ങനെ ബോൾ ഉണ്ട്, ഡോഗ് ഉണ്ട്. ഇതൊക്കെ വച്ചിട്ട് ഇവിടെ പേര് മാറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ ലൈൻസ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകൂ. റിഡിൽസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ ഫോളോയിങ് റിഡിൽസ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ ഗിവൺ ബോക്സ്. നോക്കാം. I live in a wooden house. My house is in the middle of meadow. I live with my uncle and aunt. Who am I? എന്താ പറഞ്ഞേ? ഞാൻ ജീവിക്കുന്നത് ഒരു വുഡൻ ഹൗസിലാണ്. മൈ ഹൗസ് ഇസ് ഇൻ ദ മിഡിൽ ഓഫ് മിഡോ. ഐ ലീവ് വിത്ത് മൈ അങ്കിൾ ആൻഡ് ഓണ്ട്. ഞാൻ അങ്കിളുടെ ആൻറ്റിയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരാണ്? ഡൊറോത്തി, അല്ലേ? ആരാണ്? ഡൊറോത്തി. 2ാമത്തെ, ഐ ആം ഡൊറോത്തീസ് പെറ്റ്. ഞാൻ ഡൊറോത്തിയുടെ പെറ്റാണ്. When the storm came, I hid under a coat. Who am I? കാറ്റ് വീശിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു കോട്ടിൻ്റെ അടിയിൽ ഒളിച്ചു. ഞാൻ ആരാണ്? ആരാണ്? ടോട്ടോ. അവളുടെ പെറ്റ് ആരായിരുന്നു മക്കളെ? ടോട്ടോ. ഇനി
We are small people. We wear hats with tiny bells. We are Dorothy's friends. Who we are? ഞങ്ങൾ ചെറിയ ആൾക്കാരാണ് അല്ലേ? We wear hats with tiny bells. ഞങ്ങൾ എന്താണ് തൊപ്പി വെക്കും അല്ലേ? With tiny bells. We are Dorothy's friend. ഞങ്ങൾ ഡൊറോത്തിയുടെ ഫ്രണ്ട്സ് ആണ്. Who we are? ഞങ്ങൾ ആരാണ്? ആരാണ്? മനുഷ്യരാരായിരുന്നു? മഞ്ച്കിൻസ് അല്ലേ? മഞ്ച്കിൻസ് എന്നാണ് അവിടെ ഉത്തരം എഴുതേണ്ടത്. നാലാമത്തെ, റൈറ്റ് എ റിഡിൽ അബൌട്ട് ദ ഫാർമർ ഫ്രം ദ സ്റ്റോറി ഹോണസ്റ്റി പേസ്. ഹോണസ്റ്റി പേസ് എന്ന് പറഞ്ഞ സ്റ്റോറിയിലെ ഫാർമറിനെ കുറിച്ച് ഇതുപോലെ ഒരു റിഡിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ആ ക്യാരക്ടറിന്റെ ഫീച്ചർ വെച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 5 നോക്കൂ. കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദ ഫാർമർ ഡിസൈഡ് ടു ഗിഫ്റ്റ് ഫ്രം സം ഫ്രഷ് വെജിറ്റബിൾ ടു ദ കിങ്. ഫാർമർ എന്തേ തീരുമാനിക്കുന്നത് മക്കളെ? രാജാവിന് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹി കളക്റ്റഡ് എ ബാസ്കറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾ ആൻഡ് ഗോട്ട് റെഡി ടു ഗോ ടു ദ പാലസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഹി കളക്റ്റഡ് എ ബാസ്കറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾ. അദ്ദേഹം ബാസ്കറ്റ് മുഴുവൻ എന്താണ് ഫുൾ ഓഫ് വെജിറ്റബിൾസ് കളക്ട് ചെയ്തിട്ട് എന്താണ് പാലസിലേക്ക് പോയി. അറ്റ് ദാറ്റ് ടൈം ഹിസ് വൈഫ് കെയിം ദെയർ. ആ സമയത്ത് ആര് വന്നു? അദ്ദേഹത്തിന്റെ വൈഫ് വന്നു. അപ്പൊ അവർ രണ്ടുപേരും കൂടെ തമ്മിൽ നടത്തുന്ന കോൺവെർസേഷൻ ഏതാനാ പറയണം. അപ്പൊ ഫാർമർ വൈഫ് പറയണ വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങടെ പോകുന്നത്? അപ്പൊ ഫാർമർ എന്താ പറയണേ? ഐ ആം ഗോയിങ് ടു എങ്ങടാണ്? പാലസ് എന്ന് പറയാം. ഫാർമർ ഫോർ വാട്ട്? എന്തിനാണ്? അല്ലെങ്കിൽ ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ പറയണേ? എന്താണ്? ടു ഗിഫ്റ്റ് സം ഫ്രഷ് വെജിറ്റബിൾ ടു ദ കിങ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്ന് പറയണ. ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ് എന്നൊക്കെ വൈഫ് പറയണം. ഓക്കെ, ഐ വിൽ ഗോ, ഞാൻ പോവുകയാണ്. വി വിൽ ഗോ, അല്ലെങ്കിൽ നമുക്ക് പോകാം എന്ന് പറയാണ്. ഓക്കെ പറയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റോറി റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗേളിന് എന്തെങ്കിലും ഒരു പേരിടുക. എന്താണ് ആ ഗേളിൻ്റെ പെറ്റായിരുന്നു എന്ത്? ഈ ഡോഗ് എന്ന് പറയുന്നത്. ഡോഗിനും ഒരു പേരിടുക. മാളു ആൻഡ് ഹെർ പെറ്റ് എന്താണ്? വേറെ എന്തെങ്കിലും പേര്. ടോമി പ്ലേ വിത്ത് എന്താണ്? ബോളുമായിട്ട് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സഡൻലി സ്നേക്ക് ഇസ് കമ്മിങ് ഇൻ ദെയർ. അങ്ങോട്ടേക്ക് ഒരു സ്നേക്ക് വന്നു അല്ലേ? ആരെ കടിക്കാനായിട്ടാണ്? മാളുവിനെ കടിക്കാനായിട്ട് വന്നു. അപ്പം നായ എന്ത് ചെയ്തു? കുറച്ച് അപ്പോഴേക്കും അതിൽ ഓടി വന്ന് എന്ത് ചെയ്തു? സ്നേക്കിനെ എടുത്തിട്ട് പോയി. അപ്പം അത് സ്റ്റോറിയാക്കി എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറൊക്കെ ഉള്ളത്. അപ്പോൾ മക്കൾ ആദ്യം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.